എത്ര മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്ന ദാമ്പത്യ ജീവിതമായാലും സംശയത്തിന്റെ ഒരു നിഴൽ പതിഞ്ഞാൽ പിന്നെ ആ ബന്ധത്തിന്റെ താളം തെറ്റാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം മിക്ക ദമ്പതികൾക്കിടയിലും പരസ്പര വിശ്വാസത്തിൽ വിള്ളൽ വീഴാൻ കാരണമായിട്ടുണ്ടെന്ന് പറയാം. അതുകൊണ്ടുതന്നെ ചെറിയ വഞ്ചനയുടെ ആധുനിക പദമായ മൈക്രോ ചീറ്റിംഗ് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് പങ്കാളിക്ക് ലഭിക്കുന്ന ലൈക്കും കമന്റും പരിശോധിച്ച് ദമ്പതികൾ ഡിജിറ്റൽ ഡിറ്റക്റ്റീവുകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്നും സൂചനകൾ ലഭിക്കുന്നതിനായി പരസ്പരം ഓൺലൈൻ സൂക്ഷ്മ പരിശോധന നടത്തുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ നിരീക്ഷണം സ്വകാര്യതാ ലംഘനങ്ങൾക്കും അനാരോഗ്യകരമായ ഓൺലൈൻ നിരീക്ഷണത്തിനും കാരണമാകും എന്നാണ് ബന്ധങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. മൈക്രോ ചീറ്റിംഗ് ബിഹേവിയർ തുടങ്ങുന്നത് പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ട്രസ്റ്റ് കുറച്ചൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജിലാണ്. അതായത് ഇപ്പോൾ എക്സുമായിട്ട് വീണ്ടും സംസാരിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയാസിൽ കിട്ടുന്ന റിലേഷൻസ് കുറച്ചുകൂടി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് പോവുക. ഇങ്ങനെ വരുമ്പോൾ പാർട്ട്ണർക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ്, ഓക്കെ നമ്മളായിട്ടുള്ള ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ജെന്യുവിനിറ്റി, ആ ഒരു റിലേഷൻഷിപ്പിൻ്റേതായിട്ടുള്ള ഒരു വിശ്വാസ്യത സൂക്ഷിക്കുന്നില്ല എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് മൈക്രോ ചീറ്റിംഗ് ബിഹേവിയർ ആണ്. അപ്പോൾ ഇത് തുടക്കത്തിലുള്ള സ്റ്റേജിലൊക്കെ തന്നെയാണെങ്കിൽ തിരിച്ച് ഈ പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് വീണ്ടും റീബിൽഡ് ചെയ്ത് ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയാൽ, അതായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും അതിനെ കണ്ടിന്യൂ ചെയ്യാണ്, വീണ്ടും പുതിയ ആളുകളായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എക്സുമായിട്ട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിലേഷൻ കുറച്ചുകൂടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നീട് അത് വീണ്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുകയും രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പങ്കാളിയുടെ ഓൺലൈൻ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടം എത്രത്തോളം ന്യായമാണെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതോടൊപ്പം എവിടെയാണ് നമ്മൾ ആ അതിർവരമ്പുകൾ മുറിച്ചു കടക്കുന്നതെന്നും മനസ്സിലാക്കണം. പങ്കാളിയുടെ സാമൂഹ്യ മാധ്യമത്തിലുള്ള ഇടപെടലുകൾ ആശങ്ക പ്രകടിപ്പിച്ച് നിരവധി ആളുകൾ തനിക്ക് മുന്നിൽ എത്തുന്നുണ്ടെന്ന് അരിസോണ ആസ്ഥാനമായുള്ള തെറാപ്പിസ്റ്റായ റാണ കോനിഗ്ലിയോ പറയുന്നു. ഉദാഹരണത്തിന്, ജോലി ചെയ്യുന്ന സമയത്ത് പങ്കാളിയെ ഓൺലൈനിൽ കാണുന്നതും മുൻ പങ്കാളികളെ ഫോളോ ചെയ്യുന്നതും മറ്റുമെല്ലാം ഇത്തരക്കാരിൽ സംശയത്തിന് ഇടയാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചെത്തുന്നവരിൽ അധികവും യുവതികളാണെന്നും ക്ലോനിഗ്ലിയോ വ്യക്തമാക്കി. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അനുസരിച്ച് ഇത്തരം ആവശ്യങ്ങൾക്കായി പുരുഷന്മാർ ചികിത്സ തേടുന്നത് കുറവാണെന്നും പറയുന്നു. ഓരോ ബന്ധത്തിനും വ്യത്യസ്തമായ അതിരുകൾ ഉണ്ട്. ഒരാൾ ഈ അതിര് ലംഘിക്കുന്നത് ചിലർ തികച്ചും സാധാരണമായി കരുതാം. എന്നാൽ മറ്റു ചില സാഹചര്യങ്ങളിൽ ഇത് മാറാം. ടിക്ടോക്കിലും മറ്റും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിൽ മൈക്രോ ചീറ്റിംഗ് തമാശ രൂപേണ അവതരിപ്പിക്കാറുണ്ട്. ഇത് ബന്ധങ്ങളിൽ അമിത ജാഗ്രതയും വിശ്വാസക്കുറവും വളർത്താൻ കാരണമാകും. നേരത്തെ പ്രണയവുമായി ബന്ധപ്പെട്ട് നിരാശരായ ചെറുപ്പക്കാരിലാണ് ഇത്തരം പ്രവണതകൾ കൂടുതൽ കാണുന്നതെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. കൂടാതെ ഡേറ്റിംഗ് ആപ്പുകളുടെ സ്വാധീനവും മൈക്രോ ചീറ്റിംഗിന് ആക്കം കൂട്ടിയിട്ടുണ്ട്.